അല്ലപ്പേ എത്ര നേരം ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഫോൺ എടുത്തൂടെ? ഇനി വിളിച്ചീനോ? ഫോണ് കാട്ടലാള് എന്താ കാര്യം? കുഞ്ഞോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോലെ? അളിയന്റെ അഞ്ചൻ ഷഫീഖ് വിളിച്ചീനു. അല്ലോ ഓക്കിപ്പോ എന്താ പറ്റി? അത് അളിയൻ ഇന്നലെ കള്ളും കുടിച്ച് വന്ന് ഞാന് ഓളെ ഫോണിൽ ഏതോ ഒരു നമ്പർ കണ്ടോലെ, അതിന്റെ പേരും പറഞ്ഞ് വെറുതെ കച്ചറുണ്ടാക്കി. ഇനിയിപ്പോ എന്താ ചെയ്യ? എങ്ങനാണ് ആ കുട്ടീനെ അവനിപ്പോ തച്ച് കൊല്ലല്ലേ പഠിച്ചോനെ? എത്ര കാര്യം ഞങ്ങളോട് പറയുന്നത്, ഈ ബന്ധം ഒഴിവാക്കിക്കൂടെ? അതിപ്പോ മോനെ ഓളെ മക്കളെ കാര്യം വിചാരിച്ചിട്ട് ആട് പിടിച്ചിരിക്കുന്നത്. അയക്കുള്ള മാപ്പല്ലേ എന്തായാലും. ഓനിന്ന് നന്നാവും നാളെ നന്നാവും വിചാരിച്ചു ഓളിങ്ങനെ നിൽക്കന്നാടാ. എന്നാ പിന്നെ ഓളായിട്ട് അനുഭവിച്ചോട്ടെ, അല്ലാണ്ട് ഇപ്പൊ നമ്മളെന്താക്കാനാ? എന്നാൽ ഇനി വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ഞാനിപ്പോ പാലെടുത്തിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാം. ഞാൻ പോയി. മജിക്ക എന്താണ് ഇവിടെ? മോളും പുയ്യാപ്പിളായിട്ട് ചെറിയൊരു കച്ചറുണ്ടായി. എന്നിട്ട് ഓള് ഇവിടെ അഡ്മിറ്റില്ല. മജിക്ക അത് പുയ്യാപ്പിളയായിട്ട് ഒരുപാട് തവണ ആയില്ലേ അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, അതങ്ങ് ഒഴിവാക്കിക്കൂടെ നിങ്ങക്ക്? ഒഴിവാക്കുന്ന കാര്യം ഓള് എന്തായാലും സമ്മതിക്കൂല. അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ മോന്റെ സുഹൃത്തല്ലേ? ഒന്ന് സംസാരിച്ചിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തോന്നൊന്ന് നോക്കിക്കൂടായിനോ? അത് ശരിയാ. ആ വഴിക്ക് തരാൻ ചിന്തിച്ചില്ല. ഇനി ആ വഴിക്കൂടെ ഒന്ന് നോക്കാം. എന്നാ പിന്നെ നിങ്ങളൊന്ന് അങ്ങനെ നോക്കി പിന്നെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസ്സലാമലൈക്കും. വലൈക്കും സലാം. വരി മജിക്ക ശരി. മോൻ നിങ്ങളോട് എന്തോ കാര്യം പറഞ്ഞേനു. മോളെ കാര്യല്ലേ? ഞാൻ എന്തായാലും റഷീനെ പോയി ഒന്ന് കാണാം. നിങ്ങൾ ഇന്ന് തന്നെ പോയി കണ്ടാല് വലിയൊരു ഉപകാരമായിരുന്നു. ഓക്കാട് ഒരു സൗകര്യവും ഇല്ല. നിങ്ങളെ ബേജാറാണ്ടേ, ഒക്കെ നമ്മൾ ശരിയാകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പ്രസിഡന്റോ എന്താ ഉപയോഗിക്കുക? അല്ല റഷീദേ, പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുന്നല്ലോ, എന്താണ് ഇപ്പൊ ഉണ്ടായ പ്രശ്നം? ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയില്ലേ ഓക്കൊരു സമാധാനാവില്ല. ഞങ്ങൾ അങ്ങനെ ഒന്നല്ലല്ലോ കേട്ടത്. നിങ്ങളിത് പറയാനാണോ ഈ പെരുമയത്ത് മനുഷ്യരെ ഇടങ്ങേറാക്കാൻ അങ്ങോട്ട് പോകുന്നത്? റഷീദേ, എനിക്കിപ്പോ അങ്ങനൊക്കെ തോന്നും. മക്കളൊക്കെ വളർന്നു വരികയാണ്. രക്ഷിതാക്കളെ കണ്ടാണ് മക്കൾ പഠിക്കുക. ഇനി എന്തെങ്കിലും ഇങ്ങനെ നന്നാവാൻ നോക്കും. ഇന്നാരും പഠിപ്പിക്കണ്ട, എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. പിന്നെ ഇതൊരു നിസാരായി കാണണ്ട. ഇത് കേസും കൂട്ടൊക്കെ വന്നാലേ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ അന്നേരം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. അത് അന്നേരല്ലേ അത് ഞാൻ എന്തെങ്കിലും ചെയ്യും. പിന്നെ നമ്മള് പോവാ, അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നും. അതല്ലേ പറഞ്ഞു. എവിടുന്നാ വരുന്നേ? ഞാനേ നീ അറിഞ്ഞില്ലേ നമ്മളെ മജീദ് ഖാന്റെ പുയ്യാപ്പിള മരിച്ചു? ഏത് നമ്മളെ റഷീദോ? ആനേ റഷീദ് തന്നെ. ഒന്ന് ഫുള്ള് വെള്ളത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് എന്തോന്ന് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോ ആള് തീർന്നു. ഏതായാലും ആ കുട്ടി രക്ഷപ്പെട്ടത് കുട്ടിയായി. എന്തായാലും കുട്ടിക്ക് ഒന്ന് സമാധാനം ജീവിക്കാലോ. മരിച്ചു പോയില്ലേ, ഇനിയിപ്പോ നമ്മളതൊന്നും പറയണ്ട. ഓന്റെ സുഖാൻ വെച്ച് നോക്കുമ്പോ ആരായാലും പറഞ്ഞു. അത് ശിവോ, എല്ലാ രക്ഷിതാക്കളും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മക്കളെ ഓരോരുത്തരെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത്. പക്ഷെ പല കുടുംബവും ഒന്ന് കണ്ണീര് കുടിക്കുന്ന അവസ്ഥ. എന്ത് ചെയ്യാനാ, കാലഘട്ടം അങ്ങനെ ആയിപ്പോയി.